ഹലോ ഗൈസ്, ഈ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് 100+ മെസ്സേജസ് ആണ് കേട്ടോ വന്നത്. നമ്മൾ അവിടെ UAE നിന്ന് വരുന്നതിന് മുന്നുള്ള ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ റൂം റെൻറ്റിന് കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിച്ചിട്ടാണ് കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മെസ്സേജ് അയച്ച എല്ലാവരും ദുബായ് ഷാർജ സൈഡിൽ റൂം നോക്കുന്നവരായിരുന്നു. അപ്പോൾ നമ്മുടെ റൂം വരുന്നത് അജ്മാൻ ജർഫിലാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക. ലൊക്കേഷൻ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും തരാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പം ഞാൻ DM ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികളെന്ന് പറയുന്നത് കുക്കിംഗ് ഒക്കെ ആയിരുന്നു. രാവിലെ അമ്മ തന്നെ എല്ലാം കുക്ക് ചെയ്തു, ഞാൻ കടുവറുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ എണീറ്റപ്പോൾ ലേറ്റായി, കാരണം അയാൻ ഉറങ്ങിയപ്പോഴത്തേക്കും ലേറ്റായി. പിന്നെ ഇടയ്ക്കൊക്കെ എണീറ്റായിട്ടുണ്ടായിരുന്നു അവൻ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെതൊക്കെ നമ്മൾ നാട്ടിൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വന്നപ്പോൾ കൂടെ ഒന്ന് വിപുലീകരിച്ചു. ഞാൻ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നതൊരു 5 ഫ്രോക്ക് നൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ വന്നിട്ട് ലിങ്ക് ഇടാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം തന്നെ അത് സോൾഡ് ഔട്ട് ആയിപ്പോയി. അപ്പോൾ അത് ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതേ അയാൻ എണീറ്റപ്പോഴത്തേക്കും അയാന് ഞാൻ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. കഞ്ഞി അവന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കൊടുത്തു. അവന് ആകെ ഇഷ്ടമുള്ളൊരു ഫുഡാണ് കേട്ടോ കഞ്ഞി. അങ്ങനെ അത് ഞാൻ ഇപ്പോൾ കുടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കുറച്ച് കുടിച്ചിട്ട് അവ ഉറങ്ങി, കൂടെ ഞാനും. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എണീറ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. 2-2:30 ആയപ്പോഴത്തേക്കാണ് ഞാൻ ചോറ് കഴിച്ചത്. ചോറൊക്കെ കഴിച്ച് എൻ്റെ പാത്രമൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ അമ്മാമ്മയുടെ വീട്ടിലോട്ട് പോകാണ്. കൊച്ചൂസിനെയും കുഞ്ഞാറ്റയും കാണാൻ പോകാണ് കേട്ടോ. പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവർക്ക് 2 പൂക്കി സ്ലൈഡൊക്കെ കൊണ്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കൊച്ചൂസിനെയും കുഞ്ഞാറ്റയും അയാൻ മറന്നുപോയി കേട്ടോ. അവരെ ഓർമ്മയിലായിരുന്നു, അവരെ കയ്യിൽ പോകുന്നില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ ATM-ലൊക്കെ കയറി. അവിടുത്തെ മെഷീൻ എന്തോ പണിമുടക്കായത് കാരണം നമ്മൾ വീട്ടിൽ പോയി കേട്ടോ. അത്രേ ഉള്ളൂ. ചാച്ചാ.